സിമ്പിൾ മാരേജ് എന്നുള്ളൊരു ആരും വേണ്ട, നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മാത്രമുള്ള ഒരു സിമ്പിൾ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. വെറുതെ ഈ നാട്ടുകാരെ ആ പൈസ നമുക്ക് വല്ല യാത്രയും പോകണ്ടേ? ഞാൻ വല്ല ബിസിനസ് തുടങ്ങാൻ വെച്ചിട്ട് എന്തിനാണ് കുറച്ച് കൂടുതൽ കാശ് ഉണ്ടാക്കിയല്ലോ വെറുതെ. ബിക്കോസ് ഇപ്പൊ പൈസ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കും ഇത് വെച്ചിട്ട് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് ഒരു വീട് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മുടെ എക്കോണമി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് എന്താണ് പറഞ്ഞോളൂ, ഞാൻ മറന്നു. അപ്പൊ സിമ്പിളിലേക്ക് പോകുന്നതാണ് എല്ലാവരുടെയും നല്ല ബുദ്ധിക്ക് തോന്നുന്നതാണത്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്യും. മാത്രമല്ല ഇത് എത്ര കാലത്തേക്കാണ് ഈ കല്യാണം എന്ന് പോലും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാം. പണ്ടൊക്കെ ഇപ്പൊ എന്റെ മമ്മിയുടെയും എന്റെ മുന്നത്തെ ജനറേഷനൊക്കെ, എന്റെ ഗ്രാൻഡ് മദറിനൊക്കെ ജനറേഷൻ, അവരൊക്കെ ഓക്കെ ഇത്രയും മുടക്കി ഇങ്ങനെ ഫാമിലീസ് ഒക്കെ വെച്ച് ഒരു കല്യാണം നടത്തിയതാണ്, ഇനി എന്തൊക്കെ വന്നാലും ഇതിൽ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. എത്ര മുടക്കിയാലും ഐ ഡോണ്ട് കെയർ, എനിക്ക് സമാധാനം വേണം, അങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പൊ അത് കാരണം ഇനി 10 ലക്ഷം മുടക്കിയാലും 5 ലക്ഷം മുടക്കിയാലും ഇനി ലക്ഷങ്ങൾ മുടക്കിയില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നിൽക്കാനുള്ളതേ നിൽക്കുള്ളൂ, അല്ലാത്തത് നിൽക്കൂല. അപ്പൊ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല കല്യാണത്തിന്റെ കാര്യത്തില്. അപ്പൊ നമ്മൾ എന്തിനത്ര സ്പെൻഡ് ചെയ്യണം? എന്റെ ഒരു ആവശ്യമില്ല. ഞാൻ സിമ്പിൾ ഇതിന്റെ ആളാണ്. കല്യാണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമോഷണൽ ഡാമേജ് തീർന്നു അവിടെ. ഞാനിപ്പോ എന്താ സിംഗിൾ ആവാൻ മെയിൻ കാരണം എന്ന് പറയുക, മിക്ക ആൾക്കാർ ഏത്തിയസ് ആണ്. ദൈവവിശ്വാസം എന്ന സാധനം അടുത്തൂടെ ഞാൻ ഭയങ്കര വിശ്വാസമാണ്. കണ്ട ഒരു ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പം ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ പോയി അമ്പലത്തിൽ പോയി ഫുൾ ടൈം അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഫുൾ ടൈം അവിടെ ഇരിക്കുക, അങ്ങനെ ഒരു സംഭവം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ദൈവം എന്നുള്ള ഒരു സംഭവം നമ്മൾ വെച്ചിട്ട് ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ദൈവവിശ്വാസം. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലുക്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത്. മനസ്സിൽ എപ്പോഴും ആ ഒരു സംഭവം ഉണ്ടാവണം. അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കത് ശരിയാണോ അങ്ങനെയൊക്കെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഏത്തിയസ് എനിക്ക് തീരെ ഞാനായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ജീവിതകാലം മൊത്തം പാർട്ട്ണറായിട്ടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച്, ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ടൈം അനുസരിച്ച് നിങ്ങൾ റിലീജിയസ് ആകരുത്, സ്പിരിച്വൽ ആയാൽ മതി എന്നാ പറയുന്നത്. സ്പിരിച്വൽ ഇസ് ഗുഡ്. പക്ഷെ ഇപ്പൊ ആൾക്കാർ സ്പിരിച്വലും അല്ല എനിക്ക് ഫീൽ ഇല്ല, അത് നല്ല വൈബാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കോൺസെപ്റ്റ് ഞാൻ തുടങ്ങാത്ത ഇതുകൊണ്ടാണ്. എന്റെ അടുത്ത് എല്ലാവരും റിയൂർ an old soul എന്തോ വർഷമാറി തിരിച്ചതാണ്. അതെ, ഏതോ അമ്മുമ്മയുടെ സോള് വന്ന് നിന്റെ ചെറിയ ശരീരത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ആൾക്കാർ എന്നെ കുറിച്ച് പറയാറ്. പക്ഷെ ഇതാണ് എന്റെ വൈബ്. ഈ വൈബ് സെറ്റ് ആവാൻ കുറച്ച് പാടാ. ഞാൻ 80s വല്ലതും ജനിക്കേണ്ടതായിരുന്നു തോന്നുന്നുണ്ട്. എന്റെ അടുത്ത് പറയുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെ ഈ ഇതിന്റെ എല്ലാം ഇല്ലെങ്കിലും ഏതെങ്കിലും ഉള്ള ഒരാളെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇത്രയും ഇല്ലെങ്കിലും ഫുൾ ഫില്ല് ചെയ്യാൻ ടിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു 2-3 നമ്മൾ നേരത്തെ ടർക്കിഷ് തർക്കം പോലെ സിനിമ ട്രെയിലർ സംഭവിച്ച പോലെ ഏതെങ്കിലും പെണ്ണ് കാണല് സംഭവിച്ചിട്ടുണ്ടോ? പക്ഷേ സംഭവിച്ചിട്ടുണ്ട്. വൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നെ പരിപാടി നിർത്തി. അത് ഞാൻ പോലും അറിഞ്ഞില്ല എന്റെ പെണ്ണുകളിലാണ് എന്ന് പറയുമ്പോ എന്ന് ഞാൻ ഓടും വീട് വിട്ട്. ബിക്കോസ് എനിക്ക് പേടിയാണ്. ഇപ്പൊ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും പെട്ടെന്ന് എൻ്റെ അടുത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയാവും. എനിക്ക് അറിയുന്ന ആളായിരിക്കണം, എനിക്ക് സംസാരിച്ച് എനിക്ക് ഓക്കെ ആവണം, എനിക്ക് അവരുടെ ഫാമിലി ആയിട്ടാണെങ്കിലും എനിക്ക് ഓക്കെ ആവണം. എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബിക്കോസ് നമ്മൾ ലോങ് ടേം ആണല്ലോ, നമ്മളൊരു ആഴ്ചയിൽ കല്യാണം കഴിക്കണില്ലല്ലോ, ഒന്നല്ലേ കല്യാണം കഴിക്കൂ. അപ്പൊ അതെല്ലാം സെറ്റ് നോക്കി അങ്ങനെ എല്ലാം ഓക്കെ ആവണം. അപ്പൊ എനിക്ക് അങ്ങനത്തെ കുറച്ച് ആങ്സൈറ്റി ഉള്ളത് കാരണം തന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും കാണാൻ വരുന്ന അങ്ങനെ പെണ്ണ് കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവുണ്ട്, ഞാൻ ഓടി രക്ഷപ്പെടും. എനിക്ക് അങ്ങനെയൊക്കെ സ്വഭാവമുണ്ട്. അപ്പൊ അത് കാരണം എൻ്റെ അടുത്ത് പറയാതെ ഈ പെണ്ണ് കാണൽ ഇവരെ നടത്തിയിട്ടുണ്ട്. അതാണ് വൺ ഫ്ലോപ്പായിട്ട് ക്രാഷ് ലാൻഡ് ചെയ്തു നമ്മള് മൊത്തത്തില്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ചെക്കനെ കണ്ടുപിടിക്കണ്ട, ഞാൻ എനിക്ക് വേണ്ടിയുള്ള ചെക്കൻ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് എത്ര ആളായി?
4 വർഷം 5 വർഷം അപ്പം തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു യാത്രയിലാണ്. ഞാൻ ഓരോരുത്തരെയും നോക്കും, ഓക്കെ ശരിയാവുന്നു. ഇത് തന്നെ എനിക്ക് കുടിക്കുന്ന വലിക്കുന്ന ഒന്നും പറ്റത്തില്ല. അപ്പൊ തന്നെ 90% മെൻ അവിടെ കട്ടായി. ഇനി ബാക്കി എന്തോ ഉള്ള ബാക്കി 10% അതില് ബാക്കിയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഇതിൽ വരണമല്ലോ. മലയാളത്തിൽ അഭിനയിക്ക് പറ്റുന്ന മരൻ ജനിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എവിടെയാണ് കേരളത്തിൽ തന്നെ നോക്കണം നിർബന്ധമുണ്ടോ? വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് പേടിയാ. വീട്ടുകാരോട് സമ്മതിക്കണം. വീട്ടുകാർ സമ്മതിക്കണം. പക്ഷെ വീട്ടുകാർക്ക് കുഴപ്പമില്ല. എങ്ങനെങ്കിലും ഇപ്പൊ ഞാൻ ആരെങ്കിലും കല്യാണം കഴിച്ച് അങ്ങനെ പോയാൽ മതി, ഒരു സന്തോഷമായി ഇരുന്നാ മതി. പൊതുവെ നേരത്തെ പേടി എന്ന് പറയുന്നില്ല, എനിക്ക് തോന്നുന്നു കുറെ ആൺകുട്ടികൾക്ക് ഇപ്പൊ പൊതുവെ ഇപ്പൊ പേടി വരുന്നുണ്ട്. കാരണം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇപ്പത്തെ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ജനറേഷൻ ഒന്നും അറിയില്ല. പണ്ട് മാനേജ്മെന്റ് ഇല്ലല്ലോ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ ഉള്ളൂ. ഇപ്പൊ അത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള സ്കില്ലോട്ടായി. കാരണം മറ്റൊരാൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ ജീവിച്ച് എന്ത് മാനസികാവസ്ഥയിൽ വരുന്ന വ്യക്തിയാണോ പോലും തിരിച്ചറിയാതെയാണ് പലപ്പോഴും മാനേജിലോട്ട് കടന്നു ചെല്ലുന്നത്. പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അച്ഛനും അമ്മയും ബന്ധുക്കാരൊക്കെ വന്നിട്ട് കലമാകുമ്പോൾ തട്ടിമുട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അവസാനിച്ചു. അതിലെല്ലാം അനുഭവിച്ചതെന്നാണ് പറയുന്നത്.